ഗൈസ് ഇനി നമ്മളെ കോളേജിൽ ഒരു പരിപാടി നടക്കുകയാണ്. എന്താണ് പരിപാടി എന്നുള്ളതൊക്കെ ആയിഷ നിങ്ങൾക്ക് പറഞ്ഞു. കോളേജിൽ എന്ത് പരിപാടിയാണ്? സ്പോർട്സുകാർക്കും NSSന്റെ ഒരു പരിപാടി നടക്കുന്നത്. എന്ത് പരിപാടി നടക്കുന്നത്? നമുക്ക് ഇഞ്ചറി ഒക്കെ ആയാൽ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ഇഞ്ചറി പറ്റാതെ എങ്ങനെ നോക്കാം, അതതിന് പരിപാടി. പരിപാടി അതില് നിംസത്തെ ഒരു വലിയ ഡോക്ടറൊക്കെ വരുന്നുണ്ട്. അതെ അതെ. ഞങ്ങള് സ്ട്രെച്ച് ചെയ്തിട്ട് ഇറങ്ങണം. അതേപോലെ ഇന്ന് ആ യൂണിഫോം ഇട്ട് അതുകൊണ്ട് ഒരു ബ്രേക്കപ്പ് ആക്കി. എനിക്ക് കുറച്ച് ആത്മാർത്ഥത കൂടുതലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലാസ്സുള്ളത് പോലും അറിയില്ല, ഗ്രൂപ്പ് ഒന്നും നോക്കാതെ എന്നും ചാടി ഓടിക്കും. ആയിഷ നീ യൂണിഫോം ഇട്ട് വരാനുള്ള കാരണം എന്താ വെച്ചാൽ രാവിലെ നീച്ചപ്പോ ഫോൺ നോക്കി, അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ് ഉണ്ടോ ഇല്ലേ നമ്മൾ അറിഞ്ഞതുമില്ല. എന്നിട്ട് ഫോൺ വിളിച്ചു ഒറ്റക്കാണ് പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ഓള് പാവല്ലേ വിചാരിച്ചോണ്ട് ഞാനും ഇത് വേഗം മാറ്റാണ്ട് കോളേജിൽ വന്നു. 2 മണിക്ക് നമുക്ക് സ്പോർട്സ് തോളിൽ എല്ലാവരോടും കൂടി ഒരു പരിപാടി. ഇതാണ് നമ്മളെ ക്യാപ്റ്റൻ റാൻ. പിന്നെ നമ്മളെ ഫെബിത ഓളാണെങ്കിൽ ഒരു പൂമ്പാറ്റിനെ കൊന്നു വരുന്നുണ്ട്. അതിനെ കൊന്ന പൊലിയിലാണോ ഏതോളൊക്കെ മനസ്സിൽ ഒരു സൈക്കോ തന്നെ. ഇതാണ് നമ്മളെ സീനിയർ ലെസ്ലി പോയി. പിന്നെ നമ്മൾ കുറെ നേരം കാത്തിരുന്നതിന് ശേഷം നമ്മള് പരിപാടി കയറി. ഇതാണ് നമ്മളെ പരിപാടി. നമ്മളെ ക്യാമറമാൻ ഫഹ്മിൻ ആൻഡ് റസ്ലി ഓലാണ് ഈ പരിപാടിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന ആൾക്കാർ. ഡമൽ കോളേജിന്റെ സോഫ്റ്റ് ബേസ്ബോളിന്റെ ഉള്ളിക്കുട്ടികളാണ്. ഒരു നേപ്പാൾ പോയി കളിച്ചിട്ട് ഗോൾഡ് മെഡൽ കൊണ്ടുവന്നതിന്റെ ട്രോഫി വിതരണമായിരുന്നു. പിന്നെ നിമിഷത്തെ ഡോക്ടർ വന്നാൽ നമുക്ക് കുറെ ക്ലാസ് ഒക്കെ എടുത്തു തന്നു. പിന്നെ ക്ലാസ് എടുത്തുന്ന ഡോക്ടർക്ക് നമ്മൾ ട്രോഫി ഒക്കെ കൊടുത്തു. ഇപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ആയിഷക്ക് മാനസികമായി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പരിക്കും. ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് കോളേജിലത്തെ കുറച്ച് സീനിയേഴ്സിനെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സീനിയേഴ്സ്. ഇതാണ് എന്റെ സീനിയർ. എന്റെ പേര് സിദ്ദീഖ്. സിദ്ദീഖ്. എന്റെ ഫാനാണ്. സപ്പോർട്ട് ചെയ്യാം. അതെ അതെ.